ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ്ങൗട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പ്രതിസന്ധികളെ കടൽ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലേ. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കടലിൻ്റെ വലിപ്പവും ശക്തിയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും കഴിവുകളുടെയും അടയാളമാണെന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളമാണെന്നും ആഴക്കടലിലെ ഇരുട്ടിൽ പോലും കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഭക്ഷണം നൽകുന്ന റബ്ബ് നമ്മുടെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുവെന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ മുന്നിലും കടലും പിന്നിൽ ശത്രു സൈന്യവുമായി പകച്ചു നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുന്നിലും പിന്നിലും കടലും ശത്രു സൈന്യവും ഒക്കെ പകച്ചു നിൽക്കുന്ന അവസ്ഥ നമുക്ക് വരുമ്പോൾ നമ്മൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന ആ ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കണം. നമ്മുടെ കടബാധ്യതകളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ചെങ്കടലിനേക്കാൾ വലുതല്ലെന്നും അള്ളാഹുവിന് അവയെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ആദ്യം നമുക്ക് വേണ്ടത് മനസ്സിന് ശാന്തമായിരിക്കണം. കടലിൻ്റെ ഉപരിതലം തിരമാലകൾ കൊണ്ട് പ്രക്ഷുബ്ധമാണെങ്കിലും അടിത്തട്ട് വളരെ ശാന്തമാണ്. അതുപോലെ നമ്മുടെ പുറമെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു മുഅ്മിനിൻ്റെ ഹൃദയം അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഉള്ളിൽ ശാന്തമായിരിക്കണം. നമ്മളെപ്പോഴും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് ഇരിക്കണം. യൂനുസ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. തിമിംഗലത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ അവസ്ഥയേക്കാൾ മോശമല്ല നമ്മുടെ ജീവിതം. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ആർക്കെങ്കിലും ആണ് ആ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥനയിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടതുപോലെ ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെ അള്ളാഹു നമ്മെയും ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഉറപ്പാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ദുആ ചെയ്താൽ അതിനുത്തരം ലഭിച്ചിരിക്കും. വേദനകൾ മുത്തുകളായി മാറും. ചിപ്പിയുടെ ഉള്ളിൽ മണൽത്തരി ഉണ്ടാക്കുന്ന വേദന സഹിച്ചാണ് ഒരു മുത്ത് രൂപപ്പെടുന്നത്. അതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും വേദനകളും നമ്മെ തകർക്കാനുള്ളതല്ല. നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് മിനുക്കിയെടുക്കാനും നാളെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങൾ നൽകാനുമാണെന്ന് നമ്മൾ ഓർക്കണം. കടലിലെ ഉപ്പുവെള്ളത്തെ ശുദ്ധമായ മഴവെള്ളമാക്കി മാറ്റുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും അത് ശ്രമിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എപ്പോൾ നാം കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ അത് ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരിക്കണം.
എന്നാൽ മാത്രമേ അള്ളാഹു നമ്മുടെ കൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടാവുകയുള്ളൂ. ജീവിതമാകുന്ന സമുദ്രയാത്രയിൽ ഈമാനാകുന്ന കപ്പലിൽ മുറുകെ പിടിക്കുക. നിരാശപ്പെടാതെ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് തവക്കുൽ ചെയ്ത് മുന്നോട്ടു പോയാൽ ഏതൊരു കൊടുങ്കാറ്റിനെയും മറികടന്ന് സ്വർഗമാകുന്ന തീരത്ത് നമുക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ജീവിതം ദുനിയാവാകുന്ന സമുദ്രത്തിലൂടെയുള്ള ഒരു കപ്പൽ പോലെയാണ്. ഒരു കപ്പലിന് ഏത് നിമിഷവും കടൽ വിഴുങ്ങാം എന്ന അവസ്ഥയുണ്ടാക്കാം. എന്നാൽ അള്ളാഹു തൻ്റെ കാരുണ്യം കൊണ്ട് കപ്പലുകളെ താങ്ങി നിർത്തുന്നു. കപ്പലിൻ്റെ അമരക്കാരൻ നമ്മളല്ല, മറിച്ച് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പേടി മാറും. നമ്മൾ ചെയ്യേണ്ടത് പ്രതിസന്ധികളിൽ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെ ഇരുട്ടിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ആഴക്കടലിൽ ചെന്നാൽ സ്വന്തം കൈ നീട്ടി പിടിച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ഇരുട്ടായിരിക്കും എന്ന് ശാസ്ത്രവും ഇന്ന് പറയുന്നു. അവിശ്വാസിയുടെ മനസ്സിൻ്റെ അവസ്ഥയെ ഈ കൂരിരുട്ടിനോട് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സും ഇത്തരത്തിൽ ഇരുളടഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശം മാത്രമേ നമ്മെ സഹായിക്കൂ. കടലിൻ്റെ ശക്തമായ തിരമാലകൾ പാറക്കല്ലുകളിൽ വന്ന് ഇടിക്കുന്നത് ആ പാറകളെ പൊട്ടിക്കാനല്ല, മറിച്ച് അവയെ ഉരുണ്ടതാക്കി മിനുക്കിയെടുക്കാനാണ്. ഇതുപോലെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മളെ മാനസികമായി കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുന്നു. നമ്മിലെ ഈമാൻ എന്ന മുത്തിനെ പുറത്തെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ സംവിധാനമാണിത്. നദികൾ എത്ര തന്നെ വെള്ളം കൊണ്ടുവന്ന് സമുദ്രത്തിൽ ചേർത്താലും സമുദ്രം ഒരിക്കലും മതിയായി എന്ന് പറയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യവും വിശാലമാണ്. നമ്മുടെ പാപങ്ങൾ കടലിലെ തിരമാലകളോളം വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അതിനേക്കാൾ വലുതാണ്. നിരാശപ്പെടാതെ തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്നവനാണ് വിജയി, അതിൽ മുങ്ങിപ്പോകുന്നവനല്ല. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ഈമാൻ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ വലിയ തിരമാലകൾക്ക് മുകളിലും നമുക്ക് മുങ്ങാതെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കും. ജീവിതയാത്രയിൽ ഈമാനാകുന്ന കപ്പലിൽ മുറുകെ പിടിക്കുക. തഖ്വ എന്ന വസ്ത്രം ധരിക്കുക. ദിക്റുകളാകുന്ന തുഴകൾ ഉപയോഗിക്കുക. ജീവിതം സുന്ദരവും സമാധാനവും ആയിരിക്കും. സ്വർഗമാകുന്ന ശാന്തമായ തീരത്ത് നമുക്ക് സുരക്ഷിതരായി എത്താം ഇൻഷാ അല്ലാഹ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.